ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരു സ്നാക്കിൻ്റെ റെസിപ്പിയാണ് ഇന്നത്തേത്. ഇതിൽ ഫില്ലിംഗ് ആയിട്ട് ചിക്കനാണ് ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത്. ചിക്കന് പകരം ബീഫോ പനീറോ ഒക്കെ നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമാവുകയാണെങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഫില്ലിങ്ങിന് വേണ്ടതൊക്കെ റെഡിയാക്കി എടുക്കാം. അതിനായി 250 ഗ്രാം ചിക്കൻ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഇനി ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാല, 1/2 ടീസ്പൂൺ ഉപ്പ് ഇത്രയും ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതുപോലെ മാരിനേറ്റ് ചെയ്തെടുത്ത ശേഷം ഇനി ഇത് കുറച്ച് സമയം റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. ഇപ്പോൾ ഒരു 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ചിക്കൻ ഫ്രൈ ആക്കി എടുക്കാം. അതിനായി പാനിൽ എണ്ണ ഒഴിച്ച് ഒന്ന് ചൂടായി വരുമ്പോൾ ചിക്കൻ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. ഇനി ഇത് വേവുന്നതിനനുസരിച്ച് തിരിച്ചു മറിച്ചിട്ട് ഇതുപോലെ ഫ്രൈ ആക്കി എടുക്കണം. എല്ലാനും ഫ്രൈ ആക്കി കഴിഞ്ഞാൽ ഇതിലെ ബോൺസ് ഉള്ളതൊക്കെ മാറ്റി ചെറുതായിട്ട് നുറുക്കിയെടുക്കാം. അതല്ലെങ്കിൽ ഇതുപോലെ മിക്സിയിൽ ജസ്റ്റ് ഒന്ന് പൾസ് ചെയ്തെടുത്താലും മതി. ഞാനിപ്പോൾ പൾസ് ചെയ്തെടുത്തതാണ് കേട്ടോ. ഇനി നമുക്ക് മസാല ഉണ്ടാക്കാൻ തുടങ്ങാം. അതിനായി ഞാനിപ്പോൾ ചിക്കൻ ഫ്രൈ ആക്കി എടുത്ത അതേ എണ്ണ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. ഇതിലേക്ക് മീഡിയം സൈസിലുള്ള 2 സവോള അരിഞ്ഞെടുത്തത് ആദ്യം തന്നെ ചേർത്ത് കൊടുക്കാം. ഇനി ഇത് ഒന്ന് വഴറ്റി വരുമ്പോൾ ഒരു 3/4 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും 2 പച്ചമുളക് അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിൻ്റെ പച്ചമണം മാറി വഴറ്റി വരുമ്പോൾ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/4 ടീസ്പൂൺ മുളക് പൊടിയും 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1/4 ടീസ്പൂൺ ഗരം മസാലയും കൂടി ചേർത്ത ശേഷം നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് റെഡിയാക്കി വെച്ച ചിക്കനും മല്ലിയില ചെറുതായിട്ട് അരിഞ്ഞതും കൂടെ ചേർത്ത് നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുത്ത ശേഷം ഉപ്പ് നോക്കി ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം. ഇനി ഒന്നുകൂടെ ഒന്ന് ഇളക്കി കൊടുത്ത് ചൂടാക്കി എടുത്താൽ നമ്മുടെ ഫില്ലിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് പഫ് പാസ്ട്രി ഷീറ്റ്സ് ആണ്. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ വീതം ഫില്ലിംഗ് എടുത്ത് വെച്ച് കൊടുത്ത ശേഷം ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കാം. ഇനി ഒരു ഫോർക്ക് ഉപയോഗിച്ച് 2 സൈഡിലും ഇതുപോലെ ഒന്ന് അമർത്തി ഒട്ടിച്ചു കൊടുക്കാം. കണ്ടില്ലേ? ഇനി ഇതുപോലെ തന്നെ ബാക്കിയുള്ളതെല്ലാം റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിന് മുകളിലായിട്ട് മുട്ട മിക്സ് പുരട്ടി കൊടുക്കണം. അതിനായിട്ട് ഒരു മുട്ട നന്നായിട്ട് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് ഒരു ബ്രഷ് ഉപയോഗിച്ച് ഇതിന് മുകളിലായിട്ട് ഒന്ന് പുരട്ടി കൊടുക്കാം. ഇനി ഇത് എയർ ഫ്രയറിൽ 180 ഡിഗ്രി സെൽഷ്യസിൽ 20 മിനിറ്റ് ബേക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ ചിക്കൻ പപ്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇഫ്താറിനായാലും 4 മണി ചായക്കൊപ്പമൊക്കെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാവുന്ന ഒരു സ്നാക്കിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു റെസിപ്പി വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ. താങ്ക് യു.